കേരള സർവീസ് പെൻഷനേഴ്സ് വലിയ ബുദ്ധിമുട്ടിലാണുള്ളത്. ക്ഷാമബത്ത കൃത്യമായി ലഭിക്കുന്നില്ല, കുടിശ്ശികയായി കിടക്കുകയാണ്. അപ്പം അവർക്ക് നിരവധി പ്രശ്നങ്ങൾ നമ്മളോട് പറയാനുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. KSPL-ന്റെ സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്താണ് നിങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം? ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 2024 ജൂലൈ മാസം 1-ാം തീയതി നടപ്പാക്കേണ്ട ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും ഇതുവരെ നടപ്പാക്കാൻ ഗവൺമെൻറ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് 19% DE ആണ് കുടിശ്ശിക. ഇതുവരെ അതൊന്നും നൽകാൻ സർക്കാർ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. മെഡിസപ്പ് സർക്കാർ കുട്ടിഘോഷിക്കുന്ന മെഡിസപ്പ് സർക്കാർ ബ്ലേഡ് കമ്പനി തുടങ്ങുക എന്നുള്ള രൂപത്തിലാണ് മെഡിസപ്പിനെ കാണുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 750 രൂപ പിരിച്ചെടുത്ത് 420 രൂപ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകിയാണ് മെഡിസപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ ഒക്ടോബർ 1-നാണ് അത് പുതിയ കരാർ നിലവിൽ വന്നിരിക്കുന്നത്. ആശുപത്രികളുടെ പാനൽ ലിസ്റ്റ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാതെ ആശുപത്രികളുടെ പാനൽ ലിസ്റ്റ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. വലിയ പ്രതീക്ഷയോടുകൂടി ഗവൺമെൻറ്റും ജീവനക്കാരും പെൻഷൻകാരും ആരംഭിച്ച മെഡിസപ്പ് പദ്ധതി അവതാളത്തിലായിരിക്കുകയാണ്. മാത്രമല്ല, ആശ്രിത നിയമനം 2019 മുതൽ സർവീസിലിരിക്കെ മരണമടഞ്ഞ ആളുകൾക്കുള്ള ആശ്രിത നിയമനം ഗവൺമെൻറ് ഇതുവരെ നൽകുന്നില്ല. 2019 ലിസ്റ്റ് പോലും ഇതുവരെ നിയമനം നൽകാതെ കിടക്കുകയാണ്. സഹകരണ ജീവനക്കാരുടെ പെൻഷൻ നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പെൻഷനേഴ്സ് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ നിയമസഭാ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. കേരളത്തിലെ പെൻഷൻകാരെന്ന് പറയുന്നത് 56 വയസ്സും 60 വയസ്സും കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ആളുകളാണ്. 10, 80, 90 വയസ്സായ ആളുകളുടെ നിയമസഭയിലേക്ക് മാർച്ച് നടത്താനുണ്ടായ സാഹചര്യം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വളരെ മോശമായ നടപടിയാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങളിലാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ജനാധിപത്യ സമീപനമാണ് 5 വർഷം കൂടുമ്പോൾ പെൻഷൻ പരിഷ്കരിക്കുക എന്നുള്ളത്. അതിനെതിരെയാണ്, അത് സർക്കാർ നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പെൻഷൻകാർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത്. 7-ാം തീയതി ഞങ്ങളുടെ മാർച്ച് നടത്തും. 7-ാം തീയതി ഞങ്ങളുടെ ബഹുമാന്യനായ നേതാവ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള ഘടകകക്ഷി നേതാക്കൾ, സംഘടനാ നേതാക്കളൊക്കെ അതിൽ പങ്കെടുക്കും. സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എന്തായിരുന്നു പ്രതികരണം? സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സർക്കാർ അതിൻ്റെ നിലപാട് ഇതൊരു ഔദാര്യമായി സർക്കാർ നൽകുന്നതായിട്ടാണ് സർക്കാർ പറയുന്നത്. പെൻഷൻകാരുടെ നമ്മുടെ അവകാശം ഇല്ല എന്നുള്ളതാണ്. ഇത്രയും കാലം വളരെ 18 വയസ്സ് മുതൽ 10-15 വർഷം ഞങ്ങൾ സർക്കാരിനെ സേവിപ്പിച്ചിട്ട് അവർക്ക് പറയുന്നതാണ്. അതൊരു നിഷേധാത്മകമായ നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. പല പ്രാവശ്യം ഞങ്ങൾ മാത്രമല്ല, പല സർക്കാർ അനുകൂല സംഘടനകൾ പോലും ആവശ്യപ്പെട്ടിട്ടും ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം സർക്കാരിൻ്റെ ദൂർത്താണ്. ഈ ദൂർത്ത് നിർത്തിയാലേ സർക്കാരിന് പണമുണ്ടാവുകയുള്ളൂ, സാമ്പത്തികമായ ശേഷി ഉണ്ടാവുകയുള്ളൂ. ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ ഇത് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ 2019 ശമ്പള പരിഷ്കരണത്തിന് 4-ാം ഗഡു കിട്ടാത്ത കുറേ ആളുകളുണ്ട്. അവരിൽ തന്നെ കുറേ ആളുകൾ മരിച്ചുപോയി. മറ്റുള്ളവർക്ക് ഇപ്പോൾ കിട്ടും എന്നാണ് പറയുന്നത്, പക്ഷേ ഇതുവരെ ഒന്നും തന്നിട്ടില്ല. എങ്ങനെയൊക്കെ ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ടാണ് അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ധർണ നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ ഈ അസംബ്ലിയിലേക്കൊരു മാർച്ച് സർക്കാർ പെൻഷൻകാരും നടത്തുന്നത് ഇവിടെ ഒരു ഇതംപ്രദമായിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. അതായിരിക്കും. സർക്കാർ പരിഹരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത തീരുമാനം? സർക്കാർ പരിഹരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതേമാതിരി സമരവുമായി മുന്നോട്ട് പോകും. അല്ലാതെന്താ? അല്ലാതെ അതല്ലേ ഈ വയസ്സുകാലത്ത് ചെയ്യാൻ പറ്റുള്ളൂ. വോട്ട് ഞങ്ങൾ സർക്കാരിനെ നിഷേധിക്കും. സർക്കാരിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അത് ഞങ്ങൾ ചെവിക്കൊള്ളുകയില്ല. അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അതാണ്. എന്തായാലും സർക്കാർ കൊട്ടിഘോഷിച്ച മെഡിസപ്പ് പദ്ധതി പോലും നടപ്പിലാക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ വലിയ നാണക്കേട് തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇവർ പറയുന്നത് ഇവർക്ക് കൃത്യമായ രീതിയിലുള്ള കുടിശ്ശിക ലഭിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സമരവുമായി ഇത് പരിഹരിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകും. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.